നവംബർ 1 കേരള പിറവി ദിനമാണ്. തുടർഭരണം ലക്ഷ്യമിടുന്ന ഇടത് സർക്കാർ കേരള പിറവി ദിനത്തിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. ക്ഷേമ പെൻഷൻ നിലവിലുള്ള 1600 രൂപയിൽ നിന്ന് 200 രൂപ വർദ്ധിപ്പിച്ച് 1800 രൂപയാക്കും എന്നാണ് വിവരം. ആ സുപ്രധാന പ്രഖ്യാപനം പ്രത്യേക സഭാ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യയിൽ അതിദരിദ്ര കുടുംബമില്ലാത്ത ഏക സംസ്ഥാനം അത് കേരളമാണെന്ന പ്രഖ്യാപനവും മുഖ്യമന്ത്രി നടത്താൻ ഒരുങ്ങുകയാണ് നവംബർ 1. സർ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഒരു കൃത്യമായ കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. 64,006 കുടുംബങ്ങളാണ് അതിദരിദ്രരായി നിലവിലുള്ളത്. നേരത്തെ ഉണ്ടായിരുന്നത് അതിൽ 69.59% കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനായി 2025 നവംബർ 1 കേരളം എന്ന സംസ്ഥാനം അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി മാറും. എന്നാൽ നവംബർ 1 വിളിക്കുന്ന പ്രത്യേക സമ്മേളനം അതിനെതിരാണ് പ്രതിപക്ഷവുമായി കൂടിയാലോചന നടത്തിയിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. പൊതു അവധി ദിവസം സഭ ചേരുന്നതിന് പ്രത്യേക അനുമതി വേണമെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിപക്ഷം പങ്കെടുത്തേ മതിയാകൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന വസ്തുത. പക്ഷേ എങ്ങനെയായിരിക്കും ഈ പ്രഖ്യാപനങ്ങളൊക്കെ പ്രതിപക്ഷം അവിടെ ഇരുന്ന് കേൾക്കുക എന്നറിയില്ല. എന്തായാലും സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയിട്ടുണ്ട്.